അതെ, അങ്ങനെ PSG ചാമ്പ്യന്മാരായിരിക്കുന്നു. മെസ്സിക്കും നെയ്മറിനും എംബാപ്പയ്ക്കും നേടാൻ പറ്റാതിരുന്നത് അവരുടെയൊക്കെ ആരാധകനായ ഡിസീറെ ഡുവോ എന്ന 19-കാരൻ നേടിയിരിക്കുന്നു. ആദ്യ ഗോളിന് വഴിയൊരുക്കുകയും 2 ഗോളുകൾ നേടുകയും ചെയ്ത ഡുവെ ഇന്റർ മിലാനെ 5-0 തകർത്തുകൊണ്ട് PSG ചാമ്പ്യന്മാരായിരിക്കുന്നു. ആദ്യ ഗോളിന് വഴിയൊരുക്കുകയും 2 ഗോളുകൾ നേടുകയും ചെയ്ത ഡുവെയുടെയും സംഘത്തിൻ്റെയും മികവിൽ ഇന്റർ മിലാനെ 5-0 കീഴടക്കി PSG കിരീടം ചൂടിയിരിക്കുന്നു. 2011 ഫ്രഞ്ച് ക്ലബിനെ ഏറ്റെടുത്ത ഖത്തർ ബിസിനസ് ഗ്രൂപ്പ് ഒഴുക്കിയ ശതകോടികൾക്കൊടുവിൽ ഫലം കണ്ടിരിക്കുന്നു. യൂറോപ്യൻ ഫുട്ബോളിലെ ഫ്രഞ്ച് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാവുന്ന നേട്ടം. ആദ്യഘട്ടത്തിൽ സൂപ്പർ താരങ്ങളെ അണിനിരത്തി ട്രോഫി നേടുക എന്നതായിരുന്നു PSG നയം. എംബപ്പെ, നെയ്മർ, ലിയോണൽ മെസ്സി എന്നീ സൂപ്പർ താരങ്ങളെയും സൂപ്പർ പരിശീലകരും വന്നെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം അകന്നു തന്നെ നിന്നു. ശനിയാഴ്ച അർദ്ധരാത്രി നടന്ന ഫൈനലിൽ കളി തുടങ്ങി 20 മിനിറ്റിനകം ഇന്ററിൻ്റെ കരുത്തുറ്റ പ്രതിരോധം പുലർത്തി PSG 2 ഗോളുകൾ നേടി. അതോടെ തകർന്നുപോയ ഇന്ററിൻ്റെ പ്രതിരോധത്തിൽ തെളിഞ്ഞു വന്ന വിടവുകളിലൂടെ PSG ശേഷിച്ച 3 ഗോളുകളും കൂടി നേടി. 12-ാം മിനിറ്റിൽ മുൻ ഇന്റർ താരം കൂടിയായ PSG ഡിഫൻഡർ അഷ്റഫ് ഹാക്കിമി ഗോൾ നേടിയതോടെ ഇന്ററിൻ്റെ സമനില തെറ്റിച്ചു. ബോക്സിന് തട്ടുപുറത്ത് നിന്ന് മിലാൻ പ്രതിരോധത്തെ കീറിമുറിച്ച് വിറ്റിന്യോയുടെ ത്രൂ ബോൾ ഡിസീറെ ഡുവയുടെ കാലുകളിലേക്ക്. കൂളായി പന്ത് കാലിലെടുത്ത ഡുവെ കടുത്ത പ്രതിരോധം തീർക്കാൻ ഇടത് വിങ്ങിലേക്ക് ഓടിക്കൂടിയ ഇന്റർ ഡിഫൻഡർമാർക്ക് നടുവിലൂടെ വലത് വിങ്ങിലേക്ക്. 90 ഡിഗ്രി ആംഗിളിൽ ഒരു ക്രോസ്. മാർക്ക് ചെയ്യാനാളില്ലാതെ നിന്ന ഹാക്കിമിയുടെ ഫസ്റ്റ് ടച്ച് നേരെ ഇന്ററിൻ്റെ വലയിലേക്ക്. ഇന്ററിൻ്റെ പ്രതിരോധം കീറിമുറിച്ച വിങ്മാറ്റ ശസ്ത്രക്രിയയിലൂടെയാണ് അടുത്ത ഗോളും. 20-ാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ അടുത്ത മുന്നേറ്റം. ഉസ്മാൻ ഡെംബലയുടെ ക്രോസ് വലത് വിങ്ങിലേക്ക്. ഡുവയുടെ മുന്നിൽ കേക്ക്. ഇന്റർ ഡിഫൻഡറുടെ കാലിലിരുന്ന് പന്ത് വലയിലേക്ക്. ഈ 2 ഗോളുകളുടെ ഇന്ററിൻ്റെ കഥ കഴിഞ്ഞു. ഇന്റർ മാനസികമായി തകർന്നുപോയ 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡുവെ തൻ്റെ 2-ാം ഗോളും കണ്ടെത്തി. അധികം വൈകാതെ 2 ഗോളുകൾ കൂടി വന്നതോടെ PSG ചരിത്രം പൂർണ്ണമായിരിക്കുന്നു.